ഹലോ, ഇന്ന് നമുക്കൊരു ഫുഡ് കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മളെ മിക്കവാറും കാൽപാദത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പൂറ്റി വീണ്ട് കയറൽ തന്നെയാണ്. നമ്മൾ ക്രാക്ക്ഡ് ഹീൽ എന്ന് പറയാറുണ്ട്. അപ്പം ഇത് ഇന്ന ഏജിനൊന്നുമില്ല, മിക്കവാറും ചെറിയ കുട്ടികൾ വരെ നമ്മൾ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെറിയൊരു ചുളിവ് പോലെ ആയിരിക്കും കാലിൽ. ചിലർക്കത് വീണ്ട് ഇങ്ങനെ ഒരു മുറി പോലെ കാണാം, ചിലർക്ക് അത് നല്ല വേദനയായിരിക്കും. നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ഒരു കുത്തിയൊരു വേദന അതൊന്ന് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ഈ ഒരു ഫുഡ് ക്രാക്ക് കാണാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് എന്തൊക്കെ കെയർ ചെയ്യണം, പറ്റിയ നല്ലൊരു അടിപൊളി ക്രീം, പിന്നെ കുറച്ച് 2 നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ്, അതൊക്കെ ഞാനിന്ന് കാണിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഉപ്പൂറ്റി വീണ്ട് കയറാനുള്ള റീസൺ എന്ന് പറയുന്നത് കുറേ നേരം നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ ചെരുപ്പിടാണ്ട് ഇങ്ങനെ കുറേ നേരം നടക്കുക, അതേപോലെ നമുക്ക് ഏജ് കൂടുന്ന സമയത്ത് വരാറുണ്ട്. കാല് നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല. പൊതുവേ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തടി കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉപ്പൂറ്റി ഇങ്ങനെ വിണ്ടുകീറലൊക്കെ കാണാറുണ്ട്. ചിലർക്ക് നമുക്കിങ്ങനെ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കാലിലിങ്ങനെ വിണ്ടുകീറി പിന്നെ കൂടി അങ്ങനെ കുറേ രീതിയിൽ ഈ ഒരു സംഭവം കാണാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്രീം കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മൾ കിടക്കണതിന് മുൻപായിട്ട് കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ക്രീമാണ് കേട്ടോ. കാല് നമ്മൾ എപ്പോഴും ഒന്ന് ഉരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഫുഡ് സ്ക്രബൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇത് എന്താ പറയുക, സ്ക്രബ് ചെയ്തിട്ട് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കല്ലിലിട്ടിട്ടാണെങ്കിൽ കലക്കണ കല്ലിലോ അങ്ങനെ ഉപയോഗിക്കാം. അതിനിപ്പോൾ നമുക്ക് അങ്ങനെ കല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഷോപ്പുകളിലൊക്കെ ഇപ്പം അങ്ങനത്തെ കല്ല് വരുന്നുണ്ട് നമുക്ക് ഉരയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് മേടിച്ചിട്ട് ബാത്റൂമിൽ വെച്ചാൽ അങ്ങനെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ലവ് എർത്തിൻ്റെ ഓർഗാനിക് ഫുഡ് ക്രീമാണ്. ഇത് മെയിനായിട്ട് ഫോർ ക്രാക്ഡ് ഡ്രൈ ആൻഡ് റഫ് ഹീൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. സിലിക്കൺ അതുപോലെ തന്നെ പാരബൻസ് അതൊന്നും ഇതിൽ വരുന്നില്ല. 50 ഗ്രാമിൻ്റെ ഒരു എന്താ പറയുക, അതാണ് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് 382 രൂപയാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 449 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 15% ഓഫ് ഉണ്ട് ഈ ഒരു ടൈമിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം, കാൽ നല്ലോണം ഉരച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം കിടക്കുന്നതിന് മുൻപായിട്ട് ഫുൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടോ, ഫുഡ് ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഉപ്പൂറ്റിയിൽ മാത്രം തേക്കാൻ പറ്റുന്നതല്ല കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചിലർക്ക് ഉപ്പൂറ്റിയിൽ മാത്രമായിരിക്കില്ല, നമ്മുടെ ആ ഒരു എന്താ പറയുക, നഖത്തിൻ്റെ ആ ഒരു വിരളൊക്കെ ഉണ്ടാവില്ലേ, വിരലിൻ്റെ സൈഡിൽ പൊട്ടി കാണാറുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഫുൾ നമ്മുടെ ആ ഒരു കാലിൻ്റെ ചുറ്റുവശം മേലെ ഒഴിച്ച് ബാക്കി ആ ഒരു സൈഡ് വശങ്ങളിൽ ഫുള്ള് ഇങ്ങനെ ക്രാക്കായിട്ടും ചുളിവായിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ സ്കിൻ കാണാറുണ്ട്. അപ്പം നമുക്ക് ഫുൾ ആ ഒരു കാലിൻ്റെ മേലേക്ക് വേണ്ട കാൽപാദം എന്ന് പറയില്ലേ, അവിടെ ഫുൾ അപ്ലൈ ആവുന്നതാണ്. നല്ല രസമുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള, എനിക്കൊരു പുൽത്തൈലം എന്നൊക്കെ ഒരു സ്മെല്ലുണ്ടാവില്ലേ, നല്ലൊരു സ്ട്രോങ് ഒരു രസമുള്ള സ്മെല്ല്, അതാണ് ഇതിന് വരുന്നത്. നല്ല രസമുണ്ടായ സ്മെല്ല്. ഞാനതിൽ ആ ഒരു സ്മെല്ല് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. അപ്പം ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, പിന്നെ മുളയത്തി എക്സ്ട്രാക്റ്റ്, അലോവേര ഓയിൽ, ക്യാരറ്റ് സീഡ് ഓയിൽ, ജോജോബ ഓയിൽ, അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഇതിലെ ബെനിഫിറ്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് സ്കിൻ ഒന്നും കൂടെ ആ ഒരു ചുളിവൊക്കെ മാറ്റി സ്മൂത്ത് ആക്കുക. അതേപോലെ നല്ലൊരു കാല് കാണുമ്പോൾ തന്നെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽ ആകും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെറുതെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ വിടാണ്ട് നമ്മൾ ഒരു സോക്സ് ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ട് കുറച്ചധികം തന്നെ ക്രീം എടുത്തിട്ട് ഫുൾ കാലിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു, ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം കേട്ടോ. വെറുതെ നമ്മൾ തേച്ച് പോകുന്നതല്ല, കുറച്ചൊന്നൊരു മസാജ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഉറക്കം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു മസാജ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സോക്സ് ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുതിയിട്ടും പുതപ്പിലൊക്കെ ആയിട്ട് ആ ഒരു ക്രീം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് തെന്നിയടിച്ച് കമ്മന്നടിച്ച് പടക്കോ വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാലൊന്നും ഇതായി കിട്ടുമല്ലോ, പക്ഷേ ഓയിലി ടെക്സ്ചറും അല്ല കേട്ടോ. എന്നാൽ പോലും നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ ഒരു സോക്സും ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കണമാണ് എപ്പോഴും സേഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ചിലതൊക്കെ ഭയങ്കര ഓയിലി ആയിരിക്കും, അതിടുമ്പോൾ ഒക്കെ നമ്മൾ കാലിൽ പിന്നെ നിലത്ത് വെക്കാൻ പറ്റില്ല, വഴുതി അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഏതാണെങ്കിലും നല്ലൊരു നൈറ്റിൽ നിങ്ങൾക്ക് ഒരു ക്രാക്ഡ് ഹീൽ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുഖത്താണെങ്കിലും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യില്ലേ, കാരണം നമുക്കൊരു സ്കിന്ന് ഈ ഒരു ഡ്രൈനെസ് മാറിയിട്ട് നമുക്കൊരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കാലിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫുഡ് ക്രീം മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. കയ്യിലാണെങ്കിലും ചിലരുടെ കൈക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, വിണ്ടുകീറിലല്ല ഭയങ്കര ചുളിവായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പം നമുക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാനുള്ള ക്രീമുണ്ട്, ഹാൻഡ് ക്രീം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ, അതേപോലെ തന്നെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കൂടി കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. കിടക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു സംഭവമാണ്, നമ്മുടെ കാലിന് അടിപൊളിയാണ് കേട്ടോ. ഓർഗാനിക്കാണ്, ഹാൻഡ് മെയ്ഡാണ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നെയിൽ പോളിഷാണ് ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി എടുത്തു മാത്രം. അതേപോലെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ട് ഒരു 2-3 ദിവസമായി. അപ്പോൾ അതൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഉള്ള നല്ല നെയിൽ പോളിഷാണ് കേട്ടോ. അത് ഫേസസ് കാനഡേൻ്റെ ആണ്. ഒരു കോട്ട് തന്നെ ഇട്ടാൽ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടുന്നുണ്ട്. 2 കോട്ട് ഇട്ടാൽ നോർമലി നല്ലൊരു ഫിനിഷായി കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. ഒരു എന്തായാലും 100 രൂപയൊക്കെ വരുന്നുണ്ടോ. അതേപോലെ വേറെ നെയിൽ പോളിഷ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അതും ഞാൻ ആമസോണിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഇപ്പോൾ എന്താ പറയുക, മഹാഗണി 107 ആണ് ഇതിൻ്റെ കളർ വരുന്നത്. 64 രൂപയാണ് ഈ ഒരു നെയിൽ പോളിഷിൻ്റെ വരുന്നത് കേട്ടോ. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഫേസസ് കാനഡൻ്റെ ഈ ഒരു നെയിൽ പോളിഷിൽ. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കാണിക്കുന്ന ആ ഒരു നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് കുറച്ചൊരു ഗ്ലിറ്ററി ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഒരു പെയിൻറ്റ് ആ ഒരു മോഡലാണ്. പിന്നെ കയ്യിലുള്ള ആ ഒരു നെയിൽ പോളിഷ് വന്നിട്ട് ലാക്മേൻ്റെ ആണ് കേട്ടോ. ലാക്മേ കളർ ക്രഷ് ട്രൂ വെയർ ലിപ്സ്റ്റിക്കാണ്. നെയിൽ പോളിഷാണ്. പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് 126 രൂപ വരുന്നുണ്ട് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫേസസ് കാനഡേൻ്റെ ആണ് മറ്റേയും കൂടെ, കാരണം അതിന് 60 രൂപയുള്ളൂ, ഏകദേശം പകുതി റേറ്റേ ഉള്ളൂ കേട്ടോ. രണ്ടും ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പം അതാണ് നമ്മുടെ നെയിൽ പോളിഷുകൾ 2 അപ്പോൾ നമ്മുടെ ക്രീം ഇതേപോലെയാണ് കാലിൽ അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മളെപ്പോഴും സേഫ് ആക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ കാലിന് നമുക്ക് ഒരു സ്ക്രബ് ഇങ്ങനെ തൊലി ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ഉണ്ട്, നമുക്ക് കാലിൻ്റെ ഇങ്ങനെ പൊടി പോലെ പൊടിഞ്ഞ് കിട്ടും, ഉപ്പൂറ്റി വിണ്ടുകറിൽ അതൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഡെർമാക്കോയിൻ്റെ ഒരു ലിപ് ബാമാണ്. SPF ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പം എന്താ പറയുക, പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് കളറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ലിപ് ബാം നോക്കണമെങ്കിൽ അത് പറ്റില്ല. ജസ്റ്റ് നമുക്ക് കളറൊന്നും തരില്ല, പക്ഷെ ഒരു മോയ്സ്ചറായിട്ടിരിക്കണം ലിപ്സ്, ഡ്രൈനെസ് മാറ്റുന്നൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ SPF 50 വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അതിൽ PA++++ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ നിയാസിനമൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിറ്റാമിൻ B5 ഉണ്ട്, വിറ്റാമിൻ F ഉണ്ട്. 50 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ്. നല്ല സൺസ്ക്രീനാണ്, നമുക്ക് വെയിലിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട്, UVA UVB റേസ് എന്നൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡും അതേപോലെ തന്നെ LHA ഒക്കെ വരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു നല്ല ഫേസ് വാഷാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ക്ലൻസർ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ പുറത്തു പോകുന്ന സമയത്ത് ഓവർ ഫൗണ്ടേഷനൊന്നും ഇടാൻ ഇഷ്ടമില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വേണമെന്ന് പറയില്ലേ, നമ്മൾ പൗഡർ ഇടുമ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടില്ലേ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ, അതേപോലെ തന്നെ സംഭവമാണ് ഈ ഒരു പോൺസിൻ്റെ BB ക്രീം. നല്ലതാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഓവർ ഇങ്ങനെ ഭയങ്കര ഒരു മേക്കപ്പ് ലുക്കൊന്നും തോന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അധികം പുട്ടിയുടെ ലുക്ക് വേണ്ടെന്നൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.